ശബരിമലയിൽ നിർണായകമായി മാറിയത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ മൊഴിയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ഗോവർദ്ധൻ പോലെയുള്ള ചെറുകിട ഇടപാടുകാരുമായി ചുറ്റിക്കറങ്ങി നടന്നിരുന്ന SITക്ക് മുന്നിലേക്ക് വിദേശ ബന്ധം പോലെയുള്ള മാഫിയ സാധ്യതയെക്കുറിച്ച് വെളിപ്പെടുത്തിയതോടെയാണ് സ്വർണ്ണക്കൊള്ള അന്താരാഷ്ട്ര വിപണിയിലേക്ക് മാറിമറിഞ്ഞത്. ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വിശദീകരണം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം വ്യവസായിയുമായിട്ട് പരിചയമായത്, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്തൊക്കെയെന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നലെ 24 ന്യൂസ് ചാനലിൽ ശ്രീകണ്ഠൻ നായർ നടത്തിയ സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൽ അദ്ദേഹം കൃത്യമായ ചില വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട്. ഒരു വിദേശ വ്യവസായി തന്നെ വന്ന് കണ്ടതായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കൈമാറിയതായിട്ടുമാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. ഇതൊരു വെറുമൊരു മോഷണമല്ല എന്നും ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള മാനങ്ങളുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വ്യവസായിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ രേഖാമൂലം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ SIT വ്യവസായിയുടെ മൊഴി എടുത്തു. സുരക്ഷാ കാരണങ്ങളാൽ വ്യവസായിക്ക് തുടക്കത്തിൽ മൊഴി നൽകാൻ ഭയമുണ്ടായിരുന്നുവെന്നും ഇതൊരു നിസ്സാര സ്വർണ്ണ മോഷണമല്ല എന്നും അന്താരാഷ്ട്ര ആന്റിക് സ്മഗ്ലിംഗ് മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. സുഭാഷ് കപൂർ എന്ന ആന്റിക് സ്മഗ്ലർ ഇതിൽ പങ്കുണ്ടോ എന്നും കോടതി പോലും ചോദിച്ച കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദേവസ്വം ബോർഡ് മുൻപ് ക്ഷേത്രങ്ങളിലെ പഴയ വിളക്കുകളിൽ മറ്റും ലേലം ചെയ്യാൻ തീരുമാനിച്ചതും ഈ സംഭവം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കൾ ആന്റിക് വിപണിയിൽ ലക്ഷ്യമിട്ടിട്ടാകാം ഇത്തരം മോഷണം നടന്നത് എന്ന് അദ്ദേഹം കരുതുന്നു. കേസിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും നിഗൂഢതയാണെന്നും ചെന്നിത്തല ആരോപിക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-നോട് ചേർന്ന് നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വിജയകുമാറിന്റെ അറസ്റ്റ് CPIM-നോട് ചേർന്ന് നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വിജയകുമാറിന്റെ അറസ്റ്റ് കസ്റ്റഡിയിൽ ഉന്നതതല ഇടപെടലുകളുമായി ഉണ്ടായി എന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വിവാദ വ്യവസായി എനിക്ക് വിദേശ വ്യവസായി എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ വളരെ സുപ്രധാനമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്നും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്വർണ്ണ മോഷണമല്ലെന്നും ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും മറ്റും അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് SITയുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, നിങ്ങളത് SITയെ കണ്ട് പറയണം. പക്ഷെ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ സുരക്ഷാപരമായ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. താൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തനിക്ക് എന്തുണ്ടാകും, എൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ എന്നെ അതിൽ നിന്ന് വിലക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ SITയോട് ഒരു കത്ത് SITക്ക് ഒരു കത്ത് കൊടുക്കാം. ആ കത്ത് കൊടുത്താൽ അദ്ദേഹം SIT എന്നെ വിളിക്കും. അപ്പം ഞാൻ SIT എടുക്കൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് അദ്ദേഹത്തിന്റെ സുരക്ഷ അപകടത്തിലാണെന്ന് ചിന്തിക്കേണ്ട രീതിയിൽ അത്രയും അപകടം പിടിച്ച ബോംബുകളാണോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്? താങ്കൾക്ക് മനസ്സിലായിരുന്നു തുടക്കത്തിലെ തന്നെ? അല്ല ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും അദ്ദേഹത്തോട് ചോദിക്കാൻ പോയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതിന് അന്തർദേശീയ മാനങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണിത്. അത് പറഞ്ഞ് നിസ്സാരമായി ഗോവർദ്ധൻ്റെ സ്വർണ്ണാഭരണശാലയിൽ നിന്ന് കിട്ടുന്ന 300 ഗ്രാമിനെ തിരക്കിയാണല്ലോ നമ്മുടെ പോലീസ് പോയതല്ല. അതല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയ ഒരു മാറ്ററായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ ഇത്തരം വിവരങ്ങൾ കിട്ടിയാൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വളരെ ഉത്തരവാദിത്വപൂർവ്വം ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്നെ വിളിച്ചു. ഞാൻ അവരോട് എനിക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ പറയുകയും ഈ വിദേശ വ്യവസായിയുടെ ഫോൺ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് എനിക്ക് എൻ്റെ റോൾ എന്ന് പറയുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അദ്ദേഹത്തോട് മൊഴിയെടുത്തു, അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഈ മാധ്യമങ്ങൾ പെരുപ്പിച്ച് പറയുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്നാണ് ഈ അന്വേഷണമൊക്കെ ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സത്യം പുറത്തു വരണം. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു. അമേരിക്കയിൽ വരെ വലിയ തോതിലുള്ള ആൻറ്റിക് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു കുപ്രസിദ്ധനായ ഒരു വ്യക്തി ഇതിൻ്റെ ഉണ്ടോ എന്നൊക്കെ കോടതി ചോദിച്ചത്. തന്നെയുമല്ല, എനിക്ക് സംശയം വരാൻ മറ്റു കാരണങ്ങളുണ്ട് SK. അതിൻ്റെ കാരണം, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവായിരുന്നു. N വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വിളക്കുകൾ, അതോടൊപ്പം തന്നെ മൊന്ത, കിണ്ടി, അതോടൊപ്പം തന്നെ വലിയ വലിയ ചെമ്പുകൾ, ഇതെല്ലാം ലേലം ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇതെല്ലാം ലേലം ചെയ്ത് കൊടുക്കണം എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു. അതിന് ഉത്തരവും പുറത്തിറങ്ങി. ആ ഉത്തരവ് മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഞാൻ അതിനെ ശക്തമായി എതിർത്തു. ഞാൻ ദേവസ്വം ബോർഡിന് കത്തെഴുതി, നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചു. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, അമ്പലങ്ങളിൽ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ലേലം വിളിച്ച് കളയാം. SK, ഞാൻ ഇപ്പോഴത്തെ ഈ സംഭവവും അന്നത്തെ ആ ലേലം വിളിക്കാനുള്ള തീരുമാനവും തമ്മിൽ ഞാനൊന്ന് കൂട്ടി വായിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് ആൻറ്റിക്സ് കച്ചവടം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയം എനിക്ക് വന്നത്. ഞാൻ ആ സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SITയോട് പറഞ്ഞു. SIT ഈ വ്യവസായിയെ വിളിച്ചു വരുത്തി അയാളോട് മൊഴിയെടുത്തു. അതിൻ്റെ പേരിലുള്ള അന്വേഷണം നടക്കുകയാണ്. അത് എത്രമാത്രം ശരിയല്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇത് നിസ്സാരപ്പെട്ട ഒരു ഗോൾഡ് തെഫ്റ്റ് അല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ശക്തികളുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ പ്രവർത്തനം കണ്ടെത്തണം. ഇത് 500 കോടിയിലധികം രൂപ വില വരുന്ന, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില വരുന്ന മോഹവിലയുള്ള ഒരു വസ്തുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദിവസമായി പലരെ അറസ്റ്റ് ചെയ്തല്ലോ. എവിടെയാണ് ഈ തൊണ്ടി മുതൽ എവിടെ നിന്നാണ് കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് വലിയ നിഗൂഢമായ ഒരു കാര്യമാണ്. ഇന്ന് അറസ്റ്റ് ചെയ്ത ശ്രീ വിജയകുമാർ CPMൻ്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അത് അദ്ദേഹം അറിയപ്പെടുന്നൊരു CPM അനുഭാവിയും CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉന്നത തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.